ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി കുറച്ച് വീഡിയോകൾ യൂട്യൂബിൽ നിന്നും എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും. പല സുഹൃത്തുക്കളും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതേപോലെ യൂട്യൂബ് വീഡിയോകളുടെ കമന്റ് ബോക്സിലും ഇങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അതിന്റെ പ്രോസസ്സിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. യൂട്യൂബിൽ നിന്നും ഏണിംഗ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ആദ്യം വേണ്ടത് കുറച്ച് ക്ഷമയാണ്. വളരെ ക്ഷമയോടെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ കുറെ വീഡിയോകൾ ഇട്ടിട്ട് പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വന്നാൽ അത് നടക്കത്തില്ല. ഇതിനുവേണ്ടി കുറെ നമ്മൾ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി കുറെ നമ്മൾ പഠിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചും വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഏറ്റവും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ വേണം, അതേപോലെ ഒരു ജിമെയിൽ ഐ ഡി വേണം. ജിമെയിൽ ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഒരു ജിമെയിൽ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇതേ ബ്രൗസറിൽ തന്നെ ഞാൻ ഇവിടെ www.youtube.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഏത് മെയിൽ ഐ ഡി ആണോ ഈ ബ്രൗസറിൽ സൈൻ ഇൻ ആയിരിക്കുന്നത് ആ മെയിൽ ഐ ഡിയിലേക്ക് യൂട്യൂബ് സൈൻ ഇൻ ആകുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്നും നിങ്ങൾ ക്രിയേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ക്രിയേറ്റ് സ്റ്റുഡിയോയിൽ പ്രസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു മസ്റ്റ് ക്രിയേറ്റ് എ ചാനൽ ടു അപ്ലോഡ് വീഡിയോസ്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ഞാൻ ഒരു ചാനലുകളും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഞാനിവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും യൂട്യൂബ് ചാനലിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് പേരാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു പേര് കൊടുക്കുക. ഏറ്റവും ചെറുതായിട്ട് ചുരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതേപോലെ ആളുകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുള്ള പേരുകൾ കൊടുക്കുക. ഞാൻ ഇവിടെ ഒന്നും എന്റെ യൂട്യൂബിന്റെ ചാനലിന്റെ പേര് ടെക് മലയാളം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നോക്കുക, നോ വീഡിയോ ഫൗണ്ട്. ഇവിടെ വീഡിയോകളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് വീണ്ടും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ക്രിയേറ്റ് സ്റ്റുഡിയോയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല. പുതിയ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ വ്യൂ ചാനൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബ് ചാനലിനൊരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ നിങ്ങൾക്കൊരു ചാനൽ ആർട്ട് കൊടുക്കാം. ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒന്നും ചാനലിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്നും മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടെക് ന്യൂസ് മലയാളത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒന്നും ഡൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു ചാനൽ ഐക്കൺ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ചാനൽ ഐക്കൺ എഡിറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലസിന്റെ ത്രൂ ആണ് ഇതിൽ യൂട്യൂബിലെ ചാനൽ ഐക്കൺ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്റെ ഗൂഗിൾ പ്ലസ് ഓപ്പൺ ആയി. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ടെക് മലയാളം ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒരു ലോഗോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇത് സേവ് ചെയ്യുകയാണ്. ഇവിടെ മുകളിൽ ഡൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ചാനലിന്റെ ലോഗോ ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. നോക്കുക, ടെക് മലയാളം എന്നിവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിനി ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ലോഗോ അപ്ഡേറ്റ് ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ലോഗോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ഡേറ്റ് ആയി വരത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും ആഡ് ചാനൽ ആർട്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ചാനൽ ആർട്ട് ആഡ് ചെയ്യാം. ചാനൽ ആർട്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചാനൽ ആർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ തുടർന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് ഞാൻ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാനൽ ആർട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, കമ്പ്യൂട്ടറിലും അതേപോലെ ടി വിയിലും മൊബൈലിലും എങ്ങനെയായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ ഇതിന്റെ പ്രിവ്യൂ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒന്നും അഡ്ജസ്റ്റ് ക്രോപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഞാനിത് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാനിവിടെ സെലക്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവിങ് എന്ന് കാണാൻ സാധിക്കും, അതേപോലെ സേവ്ഡ് എന്നിവിടെ എഴുതി വന്നിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോകൾ നിങ്ങളുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പുതിയൊരു ജിമെയിൽ ഐ ഡിയിൽ നിന്നും നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സബ്സ്ക്രൈബർ 0 ആണ്. അതിനുശേഷം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാനിവിടെ ടെക് മലയാളം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ടെക് മലയാളം ഇൻട്രോ വീഡിയോ. ഞാനിവിടെ ഇതിനൊരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ഇത് തന്നെ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുകയാണ്. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറേ ടാഗ് കൊടുക്കണം. അതായത് ഞാനിവിടെ ഇൻട്രോ വീഡിയോ ടെക് മലയാളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടാഗ് കൊടുക്കുകയാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ടാഗായിട്ട് കൊടുക്കണം. ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ടാഗായിട്ട് ചെയ്യുന്നില്ല. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ വീഡിയോ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് പോയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇവിടെ വീഡിയോ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോ മാനേജറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇതാണ് വീഡിയോ. ആദ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ആയില്ലായിരുന്നു. ഞാനത് ക്യാൻസൽ ചെയ്തിരുന്നു. അത് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇപ്പോൾ ഇവിടെ വീഡിയോ ഡിലീറ്റ് ആയിരിക്കും നമുക്ക് കാണാം. ഈ വീഡിയോ ഇപ്പോൾ പബ്ലിക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലൈക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇത് പ്രൈവറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് നിങ്ങളിത് പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ആയിട്ട് മാറുന്നതാണ്. ഞാനിത് പബ്ലിക്ക് തന്നെ വെക്കുകയാണ്. അതിനുശേഷം ബാക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ബാക്ക് ടു വീഡിയോ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ വ്യൂസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഇവിടെ അറിയാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു ഡോളറിന്റെ ചിഹ്നം കൂടെ വരുന്നതാണ്. ഈ വീഡിയോയോ യൂട്യൂബ് ചാനലോ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യുന്നത്, എങ്ങനെ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ഗൂഗിൾ ആഡ്സൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ചാനൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ അടുത്ത വീഡിയോയിൽ ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യവും അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കടക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു ഓപ്ഷൻ ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാം. അനലൈറ്റിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അനലൈറ്റിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചാനലിന്റെ ഓവർവ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം നോ ആക്ടിവിറ്റി ടു ഷോ. ഇവിടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ വീഡിയോ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാത്തത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ മാസത്തെയും അതേപോലെ 7 days 28 days ലൈഫ് ടൈം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മാറ്റി നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വ്യൂവും ടൈമും അതേപോലെ എത്ര റവന്യൂ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ അനലിറ്റിക് എന്ന് പറയുന്ന പേജിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഈ ചാനലിൽ തന്നെ ഗൂഗിൾ ആഡ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതേപോലെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.